രാവിലെ 7 മണി. ഇന്ന് നമുക്ക് ഗുരുവായൂർ പോകാനുള്ള ഒരു ദിവസമാണ് കേട്ടോ. പക്ഷെ രാവിലെ നീച്ചപ്പോൾ ഭയങ്കര മഴയായിരുന്നു. എന്തായാലും തീരുമാനിച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒന്നും മുടക്കിയില്ല കേട്ടോ. നമ്മൾ 2 ദിവസം ഗുരുവായൂർ നിൽക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര മഴ, ഭയങ്കര വലിയ വലിയ തുള്ളികളായിട്ടാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, നല്ല സൗണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും അനിയനും അമ്മയും അമ്മയും കൂടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. ഇപ്പോൾ 2 ദിവസം ഗുരുവായൂർ പോയി നിൽക്കാത്തോടെന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. മഴ തന്നെയല്ലേ എന്നുള്ളൊരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടായിരുന്നു. മഴ എത്തി അപ്പോൾ അതന്നെയല്ലേ നീ ജസ്റ്റ് മാപ്പ് ഇട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്, എന്നാലും നോക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ മറ്റേ കുന്നംകുളം ആ ഭാഗത്തൊരു കുളമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കണ്ടു. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂരെത്തി റൂമൊക്കെ എടുത്തു. നമ്മൾ റൂമിലേക്ക് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ആയിട്ടാണ് റൂം എടുത്തത്. അപ്പോൾ ഭയങ്കര തിരക്കുള്ള സമയമാണ്, വൈശാഖ മാസം ആയതുകൊണ്ടും പിന്നെ ഒരുപാട് കല്യാണങ്ങളും എല്ലാം ഉള്ളതുകൊണ്ടും ഭയങ്കര തിരക്കുള്ള സമയത്താണ് കേട്ടോ നമ്മൾ പോയത്. 6-7 മണിക്കൂറൊക്കെ ക്യൂ നിന്നിട്ടാണ് തൊഴാൻ പറ്റുള്ളൂ. അങ്ങനെ ഉള്ള സമയത്താണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഗുരുവായൂർ അമ്പലത്തിലെ ഒരു വൈകുന്നേരം നേരത്തെ ഞാൻ വീഡിയോ എടുത്താണ് കേട്ടോ ഇത്. അപ്പോൾ അന്ന് നമ്മൾ വൈകുന്നേരം പോയി തൊഴുതു. എന്നിട്ട് ഉള്ളിലേക്ക് ഫോണൊന്നും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ റൂമിൽ തന്നെ ഫോണൊക്കെ വെച്ചിട്ടാണ് പോവാറ്. കാരണം റൂം അടുത്താണല്ലോ. പിന്നെ ക്ലോക്ക് റൂമിൽ ഒരുപാട് നേരം ക്യൂ നിൽക്കണം. അപ്പോൾ പിന്നെ അതൊക്കെ ഒഴിവാക്കിയിട്ട് റൂമിൽ തന്നെ ഫോൺ വെച്ചിട്ടാണ് തൊഴാനൊക്കെ പോയിരുന്നത്. അപ്പോൾ ഭയങ്കര തിരക്കുള്ളതുകൊണ്ട് തന്നെ വൈകുന്നേരം ആകുമ്പോൾ ഒരു 3-4 മണിക്കൂറൊക്കെ ക്യൂ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തൊഴാൻ പറ്റും. പക്ഷേ രാവിലെ സമയത്ത് ഭയങ്കര തിരക്കാണ് കേട്ടോ. അപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് കേട്ടോ ഗുരുവായൂർ അമ്പലത്തിലെ കുളം എന്ന് പറയുന്നത്, ചെറ എന്നൊക്കെ പറയും. അപ്പോൾ ഈ ഒരു വലിയൊരു കുളമുണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ. അപ്പോൾ നമ്മൾ അവിടെ തന്നെ റൂമൊന്നും എടുക്കാതെ അമ്പലത്തിൻ്റെ അവിടെ തന്നെ നിൽക്കുകയൊക്കെ ആണെങ്കിൽ രാവിലെ ഇതിൽ കുളിച്ച് തൊഴുന്നവരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ പണ്ട് കാലത്തൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. ഇപ്പോഴും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അത് തന്നെ പണ്ട് കാലത്തെ ആ സംഭവം തന്നെ ഫോളോ ചെയ്യുന്നവർ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവും ഇപ്പോഴും. ഈ സംഭവം ഈ വരി നിൽക്കുന്നത് ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുകയാണ് കേട്ടോ. നല്ല തിരക്കുള്ള ഒരു ദിവസമാണ്. ഒരുപാട് പേര് ഭക്ഷണത്തിന് ക്യൂ നിൽക്കുന്നുണ്ട്. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഗുരുവായൂർ അമ്പലത്തിൽ ഭക്ഷണം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനു വേണ്ടി ക്യൂ നിൽക്കുന്നവരാണ് കേട്ടോ ഇതിൽ. രാവിലെ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ തൊഴുതിട്ട് പിന്നെ നമ്മൾ അന്ന് വൈകിട്ട്
മമ്മിയൂർ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഗുരുവായൂർ അമ്പലത്തിൽ തൊഴുത് കഴിഞ്ഞാൽ മമ്മിയൂർ അമ്പലത്തിലും പോയാലേ പൂർത്തിയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ മമ്മിയൂർ അമ്പലത്തിലും വന്ന് തൊഴുതു കേട്ടോ. അങ്ങനെ മമ്മിയൂർ അമ്പലത്തിൽ നമ്മൾ തൊഴുത് ഇറങ്ങിയപ്പം മമ്മിയൂർ അമ്പലം എന്ന് പറയുമ്പോൾ ശിവന്റെ അമ്പലമാണ്. അപ്പോൾ അവിടെ തൊഴുത് ഇറങ്ങിയപ്പോൾ തന്നെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ രാത്രിത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയിട്ട് നമുക്ക് തിരിച്ചു റൂമിലേക്ക് പോകാൻ പറ്റാത്ത വിധം മഴയായിരുന്നു. അങ്ങനെ പിന്നെ ഒരു വിധത്തിൽ നമ്മൾ റൂമിലെത്തി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഗുരുവായൂർ തൊഴാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 6-7 മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് നമുക്ക് തൊഴാൻ പറ്റിയത്. ആദ്യത്തെ ദിവസം അതെ, ആദ്യത്തെ ദിവസം നമ്മൾ നിർമ്മാല്യം തൊഴാമെന്ന് വിചാരിച്ചിട്ട് പോയിട്ട് ഉച്ചപൂജ തൊഴുത് പോരണ്ട പോലെയാണ് തൊഴുതിട്ട് വന്നേട്ടോ. രാവിലെ സമയങ്ങളിൽ കുറച്ച് നേരെ നട തുറക്കുള്ളൂ. അതുകൊണ്ട് നമ്മൾ ക്യൂ നിന്നാലും കുറച്ച് പേർക്ക് രാവിലെ കയറി തൊഴാൻ പറ്റുള്ളൂ. അതുകൊണ്ടായിരിക്കും രാവിലെ അത്രയും തിരക്ക്, കുറേ നേരം ക്യൂ നിൽക്കേണ്ടി വരുന്നത് കേട്ടോ. ഇപ്പോൾ സ്കൂൾ വെക്കേഷനും പിന്നെ വൈശാഖ മാസവും ഒരുമിച്ച് വന്നുകൊണ്ട് ഒരുപാട് ഭക്തജനങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട് അവരവരുടെ ടെമ്പററി ഷെഡൊക്കെ ക്യൂ നിൽക്കാൻ വേണ്ടിയിട്ട് കെട്ടിയിട്ടുണ്ടെങ്കിലും അതിൽ കവിഞ്ഞ് ഒരുപാട് ക്യൂ പുറത്തേക്ക് പോകാറുണ്ട് കേട്ടോ. പ്രാവശ്യം ഗുരുവായൂർ വന്നിട്ട് ആനേനെ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചപ്പോഴാണ് ഒരു ആന അവിടെ നിൽക്കുന്നത് കണ്ടത്. അപ്പോൾ നമ്മൾ പോയിട്ട് ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് പോകുന്നു കേട്ടോ. അങ്ങനെ ഇതൊക്കെ ക്യൂ നിൽക്കുകയാണ്. കിഴക്കേ നടയും കഴിഞ്ഞ് പടിഞ്ഞാറേ നടയിൽ വരെ ക്യൂ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് ഒരു വിധത്തിൽ കുറേ നേരം ക്യൂ നിന്ന് ഭഗവാനെ തൊഴുത് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് ഇന്ന് തന്നെ നമ്മൾ വീട്ടിൽ പോകട്ടോ. ഇത്തവണ തിരക്ക് കൂടിയോണ്ട് നമ്മൾ ഗുരുവായൂരത്തെ ഭക്ഷണമൊന്നും കഴിച്ചില്ല കേട്ടോ. അങ്ങനെ നമ്മൾ പ്രസാദത്തിന് വേണ്ടി ക്യൂ നിൽക്കുകയാണ്. നല്ല അടിപൊളി പാൽപ്പായസം കിട്ടും, അതിനു വേണ്ടി ക്യൂ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ പായസമൊക്കെ മേടിച്ചിട്ട് നമുക്ക് ഇന്ന് വീട്ടിൽ പോകണ്ടേ. അങ്ങനെ നമ്മൾ പായസമൊക്കെ വാങ്ങിച്ചിട്ട് റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോരാണ് കേട്ടോ. അപ്പോൾ നന്നായി തൊഴാൻ പറ്റി. തിരക്കൊക്കെ ഉണ്ടെങ്കിലും വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. 2 ദിവസം നിന്ന് ഗുരുവായൂർ പോയി നിൽക്കാൻ ഒരു പ്രത്യേക ഒരു ഇഷ്ടമാണ് കേട്ടോ. വൈകുന്നേരത്തെയും രാവിലത്തേക്ക് അവിടുത്തെ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു പ്രത്യേക രസമാണ് അവിടെ പോയി നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഗുരുവായൂരൊക്കെ 2 ദിവസം നിന്ന് ഭഗവാനെ തൊഴുത് തിരിച്ച് വീട്ടിലേക്ക് പോരാണ് കേട്ടോ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.